ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പം കഴിഞ്ഞ ദിവസം ഫാന്റാസ്റ്റിക് ഫോർ കണ്ടിട്ടുണ്ടായിരുന്നു. വേറെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ അതിനാലാണ് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റാഞ്ഞത്. സോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാം ഒന്ന് ഒതുക്കി തീർത്തിട്ട് ഭയങ്കര ലേറ്റ് ആയിട്ടാണ് വന്ന് കിടന്നത്. ഞാൻ ആക്ച്വലി പടം കണ്ടു കഴിഞ്ഞിട്ട് തിരക്കുകളൊക്കെ ഒതുക്കി രാത്രി വന്ന് വീഡിയോ ചെയ്യാം എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയിലാണ് ഇരുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വന്ന് ഒരുപാട് ലേറ്റ് ആയി. സോ അപ്പോൾ ഗൈസ്, അപ്പം ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്പ്. സോ ഗൈസ്, അപ്പോൾ പടത്തിൻ്റെ റിവ്യൂയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇത് കംപ്ലീറ്റ്ലി ഒരു സ്പോയിലറായിട്ട് പറഞ്ഞു പോകുന്ന ഒരു റിവ്യൂ ആണ്. സോ ഇഫ് എനിവൺ ഡിഡ്ന്റ് വാച്ച് ദ മൂവി, ആരെങ്കിലും മൂവീസ് കാണാൻ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഗോ വാച്ച് ദ മൂവി. അതിനുശേഷം വന്ന് ഈ റിവ്യൂ കാണുക, അല്ലെങ്കിൽ ഇതേപോലുള്ള റിവ്യൂസ് ഒക്കെ കാണുക. വൺസ് മോർ ഞാൻ പറയുകയാണ്, ഇത് കംപ്ലീറ്റ്ലി ഒരു സ്പോയിലർ റിവ്യൂ ആയിരിക്കും. അപ്പം പടം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൈസ്, എനിക്ക് പേഴ്സണലി പടം ഇഷ്ടപ്പെട്ടില്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ന്യൂട്രലാണ് ഞാൻ നിൽക്കുന്നത്. അത്ര വർക്കായിട്ടും ഇല്ല, എന്നാലോട്ട് എനിക്ക് അത്ര ബോറായിട്ട് തോന്നിയതും ഇല്ല. ബട്ട് കുറേയൊക്കെ നോക്കുമ്പോഴേ ഇപ്പോൾ ഈ മാർവൽ മൂവീസിനകത്ത് ആക്ച്വലി ഫാമിലി ഇമോഷൻസ്, സെൻറ്റിമെൻറ്റ്സ്, അങ്ങനെ കുറേ സാധനങ്ങൾ ഇപ്പോൾ ഭയങ്കരമായിട്ട് അങ്ങ് മിക്സ്ഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ഫാമിലി അറ്റാച്ച്മെൻറ്റ്, അല്ലെങ്കിൽ ഒരു ഫാമിലി കുറച്ച് ഇൻവോൾവ്മെൻറ്റ് കാണിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഫാന്റാസ്റ്റിക് ഫോർ ആണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. ഓഫ് കോഴ്സ് ആ ഫാന്റാസ്റ്റിക് ഫോർ എന്ന് പറഞ്ഞ ആൾക്കാർക്കിടയിൽ ഒരു ബോണ്ടിങ്ങും, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു പേഴ്സണലായിട്ടുള്ള അവരുടെ ആ ഒരു കാര്യങ്ങൾ കുറേയൊക്കെ അവർക്കുണ്ട്. ഫാന്റാസ്റ്റിക് ഫോർ എന്നുള്ളത് മാറി ഇപ്പോൾ ഫാന്റാസ്റ്റിക് 5 ആയിട്ട് മാറുന്നുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റീഡ് റിച്ചാർഡിനും ഇൻവിസിബിൾ വുമണിനും ഒരു ബേബി ഉണ്ടാകുന്നുണ്ട് ഇതിനകത്ത്. ആ ബേബിയെ വേണം എന്നുള്ള രീതിക്കാണ് ഇതിനകത്ത് വില്ലൻ വരുന്നത്. വില്ലൻ ആരെന്ന് വെച്ചാൽ ഗലാക്ടക്സ് ആണ് ഇതിനകത്ത് വില്ലൻ. ഗലാക്ടക്സ് എന്ന് പറയുന്ന വില്ലനെ ഒരു ആക്ച്വലി ഹീസ് എ ഗോഡ്, ഐ മീൻ ഒരു ഗോഡിനോട് സാമ്യമായിട്ടുള്ള ഭയാനകരമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഗലാക്ടക്സ് എന്ന് പറയുന്നത്. ബട്ട് ആ ക്യാരക്ടറിനെ ഇതിനകത്ത് ഒരുമാതിരി എന്താ പറയുക, ഒന്നും അല്ലാത്ത രീതിക്ക് ആക്കിയിരിക്കുകയാണ് ഈ ഫാന്റാസ്റ്റിക് ഫോറിനകത്ത് കൊണ്ടുവന്നപ്പോഴത്തേക്ക്. ആ ക്യാരക്ടറിൻ്റെ ഇൻട്രോയും കാര്യങ്ങളും ഒക്കെ നൈസാണ്. എന്നിട്ട് പുള്ളി ആക്ച്വലി ഈ കുട്ടിയെ വേണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അപ്പം ഈ കുട്ടിയെ തപ്പി ഗലാക്ടസ് വേൾഡിലേക്ക് വരുന്നുണ്ട്, എർത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് ആക്ച്വലി ഗലാക്ടസിൻ്റെ കണ്ണുകൊണ്ട് ആക്ച്വലി സ്കാൻ ചെയ്യാൻ പറ്റും, കുറേ കാര്യങ്ങൾ സ്കാൻ ചെയ്യാൻ പറ്റും. ബട്ട് പുള്ളിയുടെ ഈ സ്കാനിങ്ങിനകത്ത് കുട്ടിയെ മാത്രമേ കാണത്തുള്ളൂ. അതായത് കുട്ടി എവിടെ ഉണ്ട്, കുട്ടി എവിടെയാണ് എന്നുള്ളത് മാത്രമേ കാണത്തുള്ളൂ. അതെന്തുകൊണ്ട് ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന് മുമ്പേ കുറേ സീനുണ്ട്. അതായത് ഈ റീഡ് റിച്ചാർഡ് ഇതിനകത്ത് പറയുന്നത് വേറൊരു കാര്യമുണ്ട്. അതായത് ഒരു ടെലിപ്പോർട്ടിങ്ങിൻ്റെ കാര്യം പറയുന്നുണ്ട്. എർത്തിനെ കംപ്ലീറ്റ്ലി ടെലിപ്പോർട്ട് ചെയ്ത് വേറൊരിടത്തോട്ട് ആക്കുന്നൊരു കോൺസെപ്റ്റ് പറയുന്നുണ്ട്. അതെങ്ങനെ ഓക്കെ, കോമിക്കാണ്, അല്ലെങ്കിൽ ഇവിടെ സൂപ്പർ ഹീറോ പടമാണ്, ദേ ക്യാൻ ഡു ഇറ്റ്, ഓക്കെ വാട്ടെവർ, അത് പറ്റുന്നുണ്ട്. അത് ഞാൻ ഈ ഗലാക്ടസിൻ്റെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഗലാക്ടസ് വരുമ്പോൾ ഇവരൊരു പ്ലാൻ ഇടുന്നുണ്ട്. ഈ ടെലിപ്പോർട്ടിങ് ചെയ്ത് ഗലാക്ടസിനെ ഇവിടെ നിന്നൊക്കെ മാറ്റാം, അങ്ങനെ ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഗലാക്ടസ് സ്കാൻ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഗലാക്ടസ് ഈ ടെലിപ്പോർട്ടിങ്ങിൻ്റെ ഈ സാധനങ്ങളൊന്നും പുള്ളിയുടെ സ്കാനിങ്ങിനകത്ത് പെടത്തില്ലേ? ആൾക്കാർ ഫാന്റാസ്റ്റിക് ഫോറിനെതിരെ തിരിയുകയും, പിന്നെ ഇൻവിസിബിൾ വുമൺ കുട്ടിയായിട്ട് വന്ന് ഞാനൊരു അമ്മയാണ്, എൻ്റെ കുട്ടി എനിക്ക് കൊടുക്കാൻ പറ്റില്ല, എൻ്റെ കുട്ടിക്ക് വേണ്ടി നിങ്ങളെ ഞാൻ നശിപ്പിക്കത്തില്ല, നിങ്ങൾക്ക് വേണ്ടി കുട്ടിയെ ഞാൻ കൊടുക്കത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരെ തമ്മിൽ കോംപ്രമൈസ് ആകുന്ന ഒരു ക്രിഞ്ചി ടൈപ്പ് ഓഫ് സീനും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. പിന്നെ എൻ്റെ ലാസ്റ്റ് ഒരു സീൻ കാണിക്കുന്നുണ്ട്, ഡോക്ടർ ഡൂമിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ കാണിക്കുന്നുണ്ട്. ആ സീൻ ശരിക്കും വർക്കായിട്ടുണ്ട്. ശരിക്കും തിയേറ്റർ മൊത്തം അന്യായ കയ്യടിയും സീനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. സോ ഞാൻ ജസ്റ്റ് ഫാന്റാസ്റ്റിക് ഫോർ പോയി കണ്ടു എന്നേ ഉള്ളൂ. അതായത് എന്തിനു വേണ്ടി കണ്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡോക്ടർ ഡൂമിൻ്റെ എന്തെങ്കിലും ഒരു പോർഷൻ അത് കാണിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ കാണും എന്നുള്ളത് കൊണ്ട് മാത്രം, അത് കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആക്ച്വലി ഫാന്റാസ്റ്റിക് ഫോർ കണ്ടത്. ഐ എം വെയിറ്റിംഗ് ഫോർ ഡൂംസ്ഡേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പക്കാ വെയിറ്റിംഗ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ RDJ റോബർട്ട് ഡോണി ജൂനിയർ ആണ് അതിനകത്ത് ക്യാരക്ടർ ചെയ്യുന്നത്, ഡോക്ടർ ഡൂമിൻ്റെ. ദെൻ ഓൾസോ റൂസോ ബ്രദേഴ്സ്, ദേ ആർ ഗോയിങ് ടു മേക്ക് ദ ഫിലിം. സോ MCUവിനോട് അല്ലെങ്കിൽ മാർവലിനോട് ഒരു ജെന്യൂനിറ്റി, അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഓഡിയൻസിനോട് എന്തെങ്കിലും ഒരു 100% ജെന്യൂനിറ്റി കാണിക്കുന്ന വൺ ഓഫ് ദ ഡയറക്ടേഴ്സിൽ ദ ബെസ്റ്റ് ഡയറക്ടേഴ്സാണ് റൂസോ ബ്രദേഴ്സ്. അവർ ആ മൂവി എത്രത്തോളം കിഡിലോസ്കി ആക്കും എന്നുള്ള പ്രതീക്ഷ, ഇതൊക്കെ കൊണ്ടാണ് ഡൂംസ്ഡേയിലേക്ക് ഭയങ്കര പ്രതീക്ഷ. എക്സ്പെക്ട് ചെയ്തോളം സീനും കാര്യങ്ങളൊന്നും കാണിച്ചില്ലെങ്കിൽ പോലും ചെറിയൊരു ഇന്നൊരു ക്യാരക്ടർ ഇനിയുണ്ട്, അല്ലെ ഇന്നൊരു ക്യാരക്ടറിൻ്റെ ഒരു എൻട്രി ഇനിയുണ്ട് എന്നുള്ള രീതിക്ക് ഒരു ചെറിയൊരു പോർഷൻ, ആ ചെറിയ പോർഷൻ നൈസായിരുന്നു. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അതാണ് ഫാന്റാസ്റ്റിക് ഫോർ. ചിലവർക്ക് വർക്കാവും, ചിലവർക്ക് വർക്കാവത്തില്ല. നോട്ട് ദാറ്റ് കൈൻഡ് ഓഫ് ബോർ പടം, എന്നാൽ നോട്ട് ദാറ്റ് കൈൻഡ് ഓഫ് ബെസ്റ്റ് പടം.
എനിക്ക് പേഴ്സണലി ഒരു മിഡ് ആവറേജ് പടമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഈ കേസ് അപ്പോൾ അതേ ഉള്ളൂ. അതാണ് ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്പ്. സോ ബൈ.